Fans score, fans score, fans score, fans score. ഹലോ എവ്രി വൺ, ഫാം സ്ക്വാഡിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ എന്താ ചെയ്യുന്നത്? ഇന്ന് നമ്മള് ഇപ്പം ട്രെൻഡിങ് ആയി സോഷ്യൽ മീഡിയയിൽ ഓടിക്കൊണ്ടിരിക്കുന്ന ഹംഗറി മൃണാളിന്റെ ഇഷ്യൂ. അപ്പം നമ്മൾ അവിടെ വരെ പോയി, കോട്ടയത്തു നിന്ന് നേരെ ഹംഗറി മൃണാളിൽ പോയി അവിടുത്തെ ഫുഡ് ടേസ്റ്റ് ചെയ്ത് അവിടുത്തെ ഒരു പക്ക റിവ്യൂ പറയാനായിട്ടാണ് നമ്മൾ ഇന്ന് പോകുന്നത്. അതായത് നമ്മുടെ സ്വന്തം മൃണാളേട്ടന്റെ ഹംഗറി മൃണാളെ റിവ്യൂ ചെയ്യാൻ വേണ്ടി നമ്മൾ സോഷ്യൽ മീഡിയ അറിയപ്പെടുന്ന മൃണാൾസ് ബ്ലോഗിന്റെ ഹംഗറി മൃണാൾ എന്ന് പറഞ്ഞ പുതിയ റെസ്റ്റോറന്റ് റിവ്യൂ ചെയ്യാൻ വേണ്ടി നമ്മളിവിടെ കോട്ടയത്ത് നിന്ന്, അതായത് ചങ്ങനാശ്ശേരിയിൽ നിന്ന് നമ്മള് എറണാകുളത്തേക്ക് ഇപ്പം ട്രാവൽ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇപ്പൊ സമയം ഏകദേശം 7 മണിയായി. നമ്മൾ താമസിച്ചു പോയി. നമ്മൾ ഉച്ചയോട്ട് പ്ലാൻ ചെയ്ത് വന്നതാണ്, പക്ഷെ എല്ലാവരും ഒരുങ്ങി പിടിച്ച് വന്നപ്പോഴത്തേക്കിന് ലേറ്റ് ആയിപ്പോയി. ഇന്നിപ്പോ നമ്മൾ പോണത് 13-ം തീയതിയാണ്, ജൂലൈ 13-ം തീയതി ഞായറാഴ്ചയാണ് നമ്മൾ പോണത്. സമയം 6:55 അതായത് ഇന്നിപ്പോ നമ്മളവിടെ ഫുൾ ഫാമിലി അവിടെ പോയി ഫുഡ് ടേസ്റ്റ് ചെയ്ത് പേരൻസിന്റെ അഭിപ്രായം ആയിരിക്കണമെന്നില്ല, പിള്ളേരുടെ അഭിപ്രായം ആയിരിക്കണമെന്നില്ല, ചെറിയ കുട്ടികൾക്കുള്ള അഭിപ്രായം. ഇന്നിപ്പോ നമ്മുടെ കൂടെ എല്ലാ പ്രായത്തിലുള്ള ആൾക്കാരുണ്ട്. അപ്പൊ ജെന്യുവൻ ആയിട്ടുള്ള ഒരു റിവ്യൂ നമുക്ക് കേൾക്കാം. പിന്നെ മൃണാളിന്റെ വീഡിയോ നമ്മൾ പണ്ട് തൊട്ട് കാണാൻ തുടങ്ങുന്നത്. മൃണാളിന്റെ വീഡിയോ നമ്മൾ പണ്ട് തൊട്ടേ കണ്ടോണ്ടിരിക്കുന്നത്. ഇവനൊക്കെ രാത്രി കടന്നുറങ്ങുന്ന തന്നെ മൃണാളിന്റെ വീഡിയോ കണ്ട. ഇടയ്ക്ക് ഉണ്ണി കിടക്കുമ്പോൾ മറ്റേ തലയിണയിലൊക്കെ വെള്ളം വരുന്നതാണ്. റൊണാൾഡോ പണ്ട് തൊട്ട് വീഡിയോ കാണുന്നത്. നമ്മൾ റൊണാൾഡോ ഫുട്ബോളിലൊക്കെ ആദ്യമായിട്ട് തുടങ്ങിയ ഒരാള്, കുറച്ച് പേരിൽ പെട്ട ഒരാളാണ് റൊണാൾഡോ പറയുന്നത്. അവിടെ നമ്മുടെ ഈ മക്ഡൊണാൾഡ്സ് ഒക്കെ പോലെ നമ്മൾ ആദ്യം തന്നെ ഫുഡ് പൈസ കൊടുത്ത് ഓർഡർ ചെയ്യണം, എന്നിട്ട് സെൽഫ് സർവീസ്, അതായത് നമ്മൾ ഫുഡ് പൈസ കൊടുത്ത് ബില്ലടിച്ച് കഴിയുമ്പോഴത്തേക്കും നമുക്ക് അപ്പുറത്തെ കൗണ്ടറിൽ നിന്ന് ഫുഡ് മേടിക്കാം. അങ്ങനത്തെ സെറ്റപ്പ്. അതിപ്പം ഊണെന്നുള്ള ഒരു സെറ്റപ്പ് അല്ല ഇവിടെ. ഇപ്പൊ ചോറ്, നമുക്ക് ചോറിന് ചിലപ്പോൾ 20 രൂപ ആയിരിക്കും, അതിൻ്റെ കൂടെയുള്ള സമ്മന്തിക്ക് 5 രൂപ. നമുക്ക് വേണ്ട കറികൾ സെലക്ട് ചെയ്ത് ഓരോരോ കറിക്കും ഓരോരോ പൈസയാ, അല്ലാതെ ഒന്നും ഫ്രീ ഇല്ല അവിടെ. അങ്ങനല്ല, ഊണ് ചോറ് മാത്രം മതി എന്നുണ്ടെങ്കിൽ ചോറ് മാത്രം മേടിക്കാം 30 രൂപ, അങ്ങനെ കണ്ട കറക്റ്റ് റേറ്റ് എനിക്ക് അറിയത്തില്ല. അപ്പൊ നമുക്ക് അതിൻ്റെ കൂടെ സാമ്പാറും ഒരു മീൻകറി മാത്രം മതി എന്നുണ്ടെങ്കിൽ സാമ്പാറിന്റെ പൈസയും ഒരു മീൻകറിയുടെ പൈസയും മാത്രം കൊടുത്താൽ മതി. പിന്നെ അവിടെ ബിരിയാണിക്ക് ഒരു പ്രത്യേകതയുണ്ട്. അവിടുത്തെ ബിരിയാണിയിൽ മുട്ടയില്ല. അത് മുട്ടയ്ക്ക് വേറെ കാശ് കൊടുക്കണം. അതൊക്കെ ഭയങ്കര പ്രശ്നങ്ങളാണ്. ഇപ്പത്തെ ഒരു ട്രെൻഡ് വെച്ച് അവിടുത്തെ ബിരിയാണി എന്നല്ല അറിയപ്പെടുന്നത്, ഈച്ച ബിരിയാണി എന്നാണ് അറിയപ്പെടുന്നത്. നമുക്ക് അറിയത്തില്ല. നമ്മള് ഈ സോഷ്യൽ മീഡിയ നിങ്ങൾക്കുള്ള അറിവ് മാത്രമേ നമുക്ക് നിലവിലുള്ളൂ. അപ്പൊ അതൊന്ന് നെസസറി അറിയാൻ വേണ്ടിയാണ് നമ്മൾ ഇപ്പം പൊക്കോണ്ടിരിക്കുന്നത്. സൂപ്പർ സ്റ്റാർ ഉണ്ട് ലിറ്റിൽ സിംഗം. അഡോമസി പറഞ്ഞ പേര് പറ. ഇതെന്താ തങ്ങളുടെ സ്കൂളിലെ പേരെന്നാ? ടീച്ചർ ഏത് ക്ലാസ്സിലാ? ഓ, LKG. ലുക്കാബി, മഞ്ജു ടീച്ചർ ഇത് കണ്ടോണ്ടിരിക്കുന്നുണ്ട്. മഞ്ജു ടീച്ചറിന് ഒരു ഹായ് കൊടുത്തു. മഞ്ജു ടീച്ചർ അല്ലേ നിന്റെ ഫേവറേറ്റ് ടീച്ചർ? അതായത് മഞ്ജു ടീച്ചർ ഫേവറേറ്റ് ടീച്ചർ. നമ്മളിവിടെ ഹംഗറി മൃണാളിന്റെ സ്പോട്ടിൽ എത്തിയിട്ടുണ്ട്. വണ്ടി നമ്മൾ പാർക്ക് ചെയ്തിവിടെ പാർക്ക് ചെയ്തിട്ട് പാർക്ക് ചെയ്തിട്ട് നമ്മൾ നടന്നങ്ങോട്ട് പോകണം. ഇതിപ്പോ നമ്മൾ തൊട്ടടുത്തല്ലേ പാർക്ക് ചെയ്തേക്കുന്നത്. ഇവിടുന്ന് ഒരു 100 മീറ്റർ കൂടെ ഉള്ളൂ നമുക്ക് നടക്കാനായിട്ട്. ഇതിപ്പോ നമ്മൾ പാർക്ക് ചെയ്തേക്കുന്നത് തന്നെ മൗസി ബനാന അവൽ മിൽക്കിന്റെ ഒക്കെ അടുത്തായിട്ടാണ് നമ്മൾ പാർക്ക് ചെയ്തേക്കുന്നത്. സാധനം എടുത്തോണ്ട് പോകണം ഇവിടെ. അതെ, എന്നാ വേണ്ടേ അമ്മേ, എന്നാ വേണ്ടേ? നമ്മളിപ്പോ ചിക്കൻ ദം ബിരിയാണി പറയണം. അതിന് 132 രൂപയാണ്. GST ഉൾപ്പെടെ 139 രൂപ. അത് ചോദിച്ചതും പറഞ്ഞത് ഒരു സിംഗിൾ പീസ് ചിക്കനെ ഉള്ളതാണ്.
പിന്നെ ഉള്ളത് നമ്മൾ ഓർഡർ ചെയ്തത് ചിക്കൻ ഫ്രൈ ദം ബിരിയാണി. അത് ചിക്കൻ ഫ്രൈ ചെയ്തത് അതിന് 147 ഒരു പീസ് ചിക്കനുള്ളതാണ്. പിന്നെ വേറെ 2 സാധനം നമ്മൾ ഓർഡർ ചെയ്തു. ചിക്കൻ പൊതി ബിരിയാണി, അതുപോലെ സാമ്പാർ പൊറോട്ടയും പൊതി. ഇത് രണ്ടും ഡൈനിങ് ഇല്ല, ടേക്ക് അവേ ഉള്ളൂ. ഇത് രണ്ടും ഡൈനിങ് നമുക്ക് തരുന്നില്ല, ടേക്ക് അവേ കൊടുക്കുന്നത്. ചിക്കൻ പൊതി ടേക്ക് അവേ ആണ് ബില്ലടിച്ചത്. പൊറോട്ട നമ്മൾ പറഞ്ഞുകൊണ്ട് ഡൈനിലാണ് ചെയ്യുന്നത്. ഇപ്പോൾ പറ്റത്തില്ല, ടേക്ക് അവേ മാത്രമേ അതിന് ഓപ്ഷനുള്ളൂ. അപ്പോൾ ചിക്കൻ പൊതി ബിരിയാണി 250 രൂപയും സാമ്പാർ പൊറോട്ട പൊതിക്ക് 70 രൂപയാണ്. അപ്പോൾ അത് അപ്പോൾ നമുക്ക് ബില്ലടിച്ചിരിക്കുന്നത് ടേക്ക് അവയുടെ ഒരു ബില്ല് അടിച്ചിട്ടുണ്ട്, അതുപോലെ ഡൈനിൻ്റെ വേറെ 2 ബില്ല് അടിച്ചിട്ടുണ്ട്. മൊത്തം 3 ബില്ലാണ്. അപ്പം നമുക്ക് ടോക്കൺ തന്നിട്ടുണ്ട്. 450 ഒരു ടോക്കൺ തന്നിട്ടുണ്ട്, 451 ടോക്കൺ തന്നിട്ടുണ്ട്, 452 ടോക്കൺ തന്നിട്ടുണ്ട്. ഇനി നമ്മൾ അവിടെ പോയി മേടിക്കണേ. ഇപ്പം അവിടെ നമ്മളെ ആയിട്ടുണ്ട്. അങ്ങോട്ട് പോകാം. അത് 4 ഇതെല്ലാം ചിക്കൻ അല്ലേടാ? 1 പീസ്. പയ്യെ തുറക്കുന്നത് നമുക്ക് പൊതി ബിരിയാണിയാണ്. പൊതി ബിരിയാണി ഇത്രയും ചിക്കനാണ്. അതായത് 2 പീസ് ചിക്കനാണ്. നല്ല ബിരിയാണി. ഭയങ്കര നമ്മളവിടെ കിട്ടുന്നത് ഭയങ്കര മസാലയുള്ള അല്ലേ, മസാലയ്ക്ക് ഭയങ്കര പവറുള്ള ഒരു ബിരിയാണിയാണ്. ലൈഫ് ബിരിയാണി, ലൂക്കാപ്പിലൊക്കെ ഇഷ്ടപ്പെടുന്ന ബിരിയാണി. ലൈഫ് ബിരിയാണി മസാലയൊന്നും പിള്ളേർക്ക് ഇഷ്ടമില്ല. അത് ചിക്കൻ ദം ബിരിയാണി അല്ലേ? ഒരു പീസ് അല്ലേ ഉള്ളൂ അതിനകത്ത്? ഒരു പീസ് ചിക്കൻ, ഒരു പീസ് ചിക്കൻ അല്ലേ ഉള്ളൂ? എല്ലാ ബിരിയാണി അല്ലേ ഇത്? പൊതി ബിരിയാണി. പൊതി ബിരിയാണി. അപ്പൊ എങ്ങനെയുണ്ട്? ഇതെങ്ങനെയുണ്ട് ബാബേ? എങ്ങനെയുണ്ട് ഇത്? മമ്മി എങ്ങനെയുണ്ട്? നല്ല ബിരിയാണി ഇഷ്ടപ്പെട്ടു. മമ്മി കഴിച്ചു നോക്കട്ടെ, പറ. ഇതൊരു ലൈഫ് ബിരിയാണി. മസാലയില്ല. അമ്മയ്ക്ക് എങ്ങനെയുണ്ട്? സ്പൈസ് അങ്ങനെ ഇഷ്ടപ്പെടാൻ ആഗ്രഹിക്കാത്തവർക്ക് ഭയങ്കര പൈസ വേണ്ടാത്തവർക്ക് എങ്ങനെയുണ്ട്? അതന്നെ തോന്നിയതാണ്. അതൊരു മോരിപ്പള്ളാണ് എനിക്ക് ഇഷ്ടപ്പെട്ടു. ജ്യൂസാണ് അല്ലേ? എങ്ങനെയുണ്ട് ചേച്ചി? എങ്ങനെയുണ്ട് ചേച്ചി? എങ്ങനെയുണ്ട്? ഭയങ്കര ലൈറ്റാ അല്ലേ? അത് ലസ്സി ഇല്ല. സാധാരണ ലേസി പൊതുവെ ഇഷ്ടമല്ല. ഫ്രഷ് ജ്യൂസ് പഠിച്ചോ? ബിരിയാണി അല്ല, വേറെ ഉണ്ടോ? ചപ്പാത്തി, പൊറോട്ട, കടലക്കറി. Fans score, fans score, fans score, fans score. എങ്ങനെയുണ്ട്? വെള്ളത്തിന്റെ അതിപ്രസംഗം എന്നവന് ഇഷ്ടപ്പെട്ട വാട്ടർമെലോൺ ജ്യൂസ്? ഗുഡ്. ഓക്കെ. ഇതായിട്ട് നമുക്ക് അവിടുന്ന് കഴിച്ചത് ചിക്കൻ ദം ബിരിയാണി കഴിച്ചു, ചിക്കൻ ഫ്രൈ ദം ബിരിയാണി കഴിച്ചു, ഇലയിൽ പൊതിഞ്ഞ ചിക്കൻ ബിരിയാണി കഴിച്ചു, പിന്നെ പൊറോട്ട പൊതി സാമ്പാർ കഴിച്ചു. അതാണ് മെയിനായിട്ട് കഴിച്ചത്. അപ്പോൾ അതിൽ 2 ഐറ്റം മാത്രം നമുക്ക് അവിടുന്ന് ടേക്ക് അവേ തരത്തുള്ളൂ എന്ന് പറഞ്ഞു. അതെനിക്കൊന്ന് ഇലയിൽ പൊതിഞ്ഞ ചിക്കൻ ബിരിയാണിയും പൊതി സാധനങ്ങളെല്ലാം ടേക്ക് അവേയിലെ തരത്തുള്ളതെന്ന് പറഞ്ഞു. അതുകൊണ്ട് നമ്മൾ അവിടെ ഇരുന്ന കഴിക്കുന്നു പറഞ്ഞിട്ട്, പക്ഷെ അതിന് ടേക്ക് അവേയുടെ ഓപ്ഷനേ ഉള്ളായിരുന്നു. അപ്പോൾ നമ്മളത് ടേക്ക് അവേയുടെ പൈസയുടെ കൂടുതൽ കൊടുത്ത് ആ ഇലയിൽ പൊതിഞ്ഞ ചിക്കൻ ബിരിയാണിയും അതുപോലെ പൊറോട്ട പൊതിയും മേടിച്ചു. പിന്നെ സാധാ ചിക്കൻ ബിരിയാണിയും ചിക്കൻ ഫ്രൈ ദം ബിരിയാണിയോട് മേടിച്ചായിരുന്നു. ചിക്കൻ ബിരിയാണിയെ പറ്റി പറയുകയാണെന്നുണ്ടെങ്കിൽ ചിക്കൻ ബിരിയാണി ഭയങ്കര ലൈറ്റ് ആയിട്ട് എനിക്ക് തോന്നി. ബിരിയാണി നല്ല ബിരിയാണി ആയിരുന്നു, പക്ഷെ നമ്മുടെ ടേസ്റ്റ് വെച്ച് നോക്കുമ്പോൾ ഇച്ചിരിയുടെ സ്പൈസി ആണെന്നുണ്ടെങ്കിൽ
എനിക്ക് ഇച്ചിരി സ്പൈസി ആയിട്ടുള്ള ബിരിയാണിയാണ് താല്പര്യം. പക്ഷെ ആ ബിരിയാണി കഴിച്ചതിനകത്ത് വേറെ നമുക്ക് കുറ്റം പറയാനായിട്ടൊന്നുമില്ല. നല്ല ബിരിയാണി ആയിരുന്നു ആ ബിരിയാണി പറയുന്നത്. പിന്നെ പിന്നെന്താ ബിരിയാണിക്കകത്ത് വരുന്ന വേറെ ബിരിയാണിക്ക് പിന്നെ പൊതുവെ പലർക്കും പല ഇഷ്ടങ്ങളല്ലേ. ചിലർക്ക് ഒത്തിരി സ്പൈസി ആയിട്ടുള്ള ബിരിയാണിയൊക്കെയാ ഇഷ്ടം. എനിക്കൊക്കെ ഒത്തിരി സ്പൈസിയും ഇഷ്ടമാണ്, ഇതും ഇഷ്ടമാണ്. എനിക്ക് കഴിച്ചിട്ട് ബിരിയാണി കഴിച്ചിട്ട് കുഴപ്പമൊന്നുമില്ല, എനിക്ക് ഇഷ്ടമായിരുന്നു. പിന്നെ ഇങ്ങനെ ഈ സമയം നമ്മൾ വന്ന് കഴിച്ചപ്പോഴേക്കും നമ്മൾ കഴിച്ചു തുടങ്ങിയപ്പോഴേക്കും 9:45 ആയി. അപ്പൊ എന്നാലും ചെറിയ ചൂടുണ്ടായിരുന്നു. വലിയ ചൂടെന്ന് പറയുന്നത് ഭയങ്കര 12 മണിക്ക് ഉച്ചയ്ക്ക് ലഞ്ചിന് വേണ്ടി ഉണ്ടാക്കുന്ന ബിരിയാണി അല്ലേ, സിംഗിൾ പീസ് ചിക്കൻ. പിന്നെ സിംഗിൾ പീസ് ചിക്കൻ ആയിരുന്നു. ക്വാളിറ്റിയുടെ കാര്യം വിവരണ പട്ടിക വെച്ചിട്ടുണ്ട്. ഇന്നത്തെ സാധനങ്ങൾ എത്ര രൂപയ്ക്ക് മേടിച്ചെന്നൊക്കെ വെച്ചിട്ടുണ്ട്. അതൊക്കെ വെച്ച് ഉപയോഗിച്ചതാണ് പറയുന്നത്. മോശമാണെന്ന് പറയുന്നൊന്നുമില്ല, നല്ല ബിരിയാണിയായിരുന്നു. ബിരിയാണി മോശമാണെന്നല്ല, ബിരിയാണി എനിക്ക് ഇഷ്ടപ്പെട്ടു. നല്ല ബിരിയാണിയായിരുന്നു. നല്ല ഒരു സ്പൈസി കൂടുതൽ ഇഷ്ടപ്പെടുന്നവർക്ക് ചിലപ്പോൾ താല്പര്യം കാണത്തില്ല, ഇഷ്ടപ്പെടത്തില്ല. അല്ലെ ബിരിയാണിക്ക് ഇന്ന ഇഷ്യൂ ഉണ്ട് എന്ന് പറയാനൊന്നുമില്ല. നല്ല ബിരിയാണി തന്നെയായിരുന്നു. പിന്നെ ഈ ബിരിയാണിയിൽ ഈച്ച ഒന്നും കിട്ടിയില്ല. ഈച്ചയുടെ ശല്യം നമുക്ക് അവിടെ ഇല്ലായിരുന്നു. ഈച്ച നമുക്ക് ഇല്ലെന്ന് തന്നെ പറയാം. നമ്മളെ കയറിയിട്ട് നമുക്ക് അവിടെ ഈച്ചയുടെ ഒരു ശല്യമോ കാര്യങ്ങളോ ഒന്നും കയറേണ്ട ഒരു സാഹചര്യം തന്നെ അവിടെ ഉണ്ടാകുന്നില്ല. ചേച്ചിയുടെ അഭിപ്രായം എങ്ങനെ ബിരിയാണിയെ പറ്റി? ബിരിയാണി നല്ല ബിരിയാണിയായിരുന്നു. ഇത് പറഞ്ഞ ഭയങ്കര മസാല ഹെവി ആയിട്ടുള്ള ബിരിയാണിയല്ല, പക്ഷെ എനിക്ക് ഇഷ്ടപ്പെട്ടു. അമ്മ ബിരിയാണി എങ്ങനെ ഉണ്ടായിരുന്നു? കുഴപ്പമില്ല, പക്ഷെ എനിക്ക് എന്നാലും ഇച്ചിരി സ്പൈസി ആയിട്ടുള്ള ബിരിയാണി ഇഷ്ടം. മസാല ഒക്കെ ഇട്ട് സ്പൈസി ആയിട്ടുള്ളതാണ് ഇഷ്ടം. മോശമെന്നാണോ അതോ കുഴപ്പമില്ലെന്നാണോ അതോ? മോശമല്ല, എനിക്ക് ഇച്ചിരി കൂടെ ഇഷ്ടം, ഇച്ചിരി കൂടെ എരിവും നല്ല സ്പൈസി ആയിട്ടുള്ള ഇതാണ് എനിക്കിഷ്ടം. അപ്പൊ എല്ലാരെയും കൂടെ അവർക്ക് തൃപ്തിപ്പെടുത്താൻ പറ്റുമോ? അത് പറ്റത്തില്ല. ഒരു 100 പേര് വന്നാൽ 100 ഇഷ്ടം അതിനകത്ത്. അതെ അതെ. ഈച്ച അങ്ങനത്തെ വൃത്തികേടോ അങ്ങനെ ഒരു വൃത്തിഹീനോ അങ്ങനെ ഒന്നും പറയാനില്ല. അത് നീറ്റാ. ബിരിയാണി എങ്ങനെ ഉണ്ടായിരുന്നു? സൂപ്പർ ആയിരുന്നു. പിള്ളേർക്കൊക്കെ ഇഷ്ടപ്പെടുമായിരുന്നു. കാപ്പിക്ക് പൊതുവെ എരിവുള്ള ഭക്ഷണമൊന്നും ഇഷ്ടമില്ല. അവനെല്ലാം ഇങ്ങനെ കഴിക്കുന്ന കൂട്ടത്തില്ല. പക്ഷെ അതുകൊണ്ട് ഇവൻ അത് ഇഷ്ടപ്പെട്ടു. നല്ലതായിട്ട് നല്ല ബിരിയാണിയായിരുന്നു അല്ലേ? കഴിക്കുകയും ചെയ്തു. എന്റെ അഭിപ്രായത്തിൽ എനിക്ക് ബിരിയാണി ഇഷ്ടപ്പെട്ടു. എനിക്ക് ഈ ഓവർ മസാലയുള്ള ബിരിയാണിയോട് അത്ര താല്പര്യമില്ല. അപ്പം എനിക്ക് ഞാൻ നോക്കിയിട്ട് നല്ല ഫ്ലേവർ ഉള്ള റൈസും ഒരു മൈൽഡായിട്ടുള്ള മീൻസ് മസാലയും കാര്യങ്ങളും ഒക്കെ ആയിരുന്നു. എനിക്ക് ഇഷ്ടപ്പെട്ടു. ആ ചിക്കനൊക്കെ ഒരു റൈസിലൊക്കെ പൊറോട്ട കിട്ടിയ സൂപ്പർ. അപ്പൊ എനിക്ക് ബിരിയാണി ഇഷ്ടപ്പെട്ടു. പിന്നെ സോഷ്യൽ മീഡിയയിൽ ആൾക്കാർ പറയുന്ന അത്ര മോശമുള്ളതൊന്നുമല്ല, ഓരോരുത്തർക്കും ഓരോ താല്പര്യമാണ്. എനിക്കും ബിരിയാണി ഇഷ്ടപ്പെട്ടു. എനിക്കും വാവയ്ക്കും ബിരിയാണി ഇഷ്ടപ്പെട്ടു അല്ലേ? നമ്മുടെ ഓരോ സ്ഥലത്തും ഓരോ റെസിപ്പിയാണ് ഫോളോ ചെയ്യുന്നത്. അതെ അതെ. ഇവിടെ ഹംഗ്രി മനാലി ഫോളോ ചെയ്യുന്ന റെസിപ്പി മൈൽഡ് ആയിട്ടുള്ള മസാലയുള്ള ബിരിയാണിയാണ് ഫോളോ ചെയ്യുന്നത്. അത് ഇഷ്ടമുള്ളവർ ഇവിടെ വന്ന് കഴിക്കുക. അല്ല, അത് പുള്ളിയുടെ വീഡിയോയ്ക്കകത്ത് ഓൾറെഡി പറയുന്നുണ്ട്. ഇത് ഓവർ മസാല ഇഷ്ടപ്പെടുന്ന ആൾക്കാരാണെങ്കിൽ ബിരിയാണി ഇഷ്ടപ്പെടത്തില്ലെന്ന് പുള്ളിയുടെ വീഡിയോയ്ക്കകത്ത് ഓൾറെഡി പറയുന്നുണ്ട്. പക്ഷെ ആ മൈൽഡ് മസാല വെച്ച് അത് നല്ല ബിരിയാണിയാണ്. കുറ്റം പറയാനൊന്നുമില്ല. ഈ ആൾക്കാർ സോഷ്യൽ മീഡിയ പറയുന്ന പോലെ ബിരിയാണി അത്ര കുറ്റം പറയാനൊന്നുമില്ല. ഈച്ച ബിരിയാണി എന്ന് പറയാനും ആൾക്കാർ വീഡിയോ വന്നതുകൊണ്ട് അവര് ക്ലീൻ ആക്കിയതാണോന്ന് നമുക്ക് അറിയത്തില്ല. നമ്മൾ ചെന്നപ്പം ക്ലീനും കാര്യങ്ങളും ഒക്കെ ആയിരുന്നു. അടിച്ച ചിക്കൻ ദം പൊതി ബിരിയാണി 250 രൂപ. അത് ടേക്ക് അവേ മാത്രമേ അവൈലബിൾ ഉള്ളൂ. അപ്പൊ നമുക്ക് ടേക്ക് അവേയുടെ പ്രൈസ് കൂടി ഇട്ടാണ് അവർ തന്നേക്കുന്നത്. നമ്മൾ അവിടെ ഇരുന്ന് തന്നെ കഴിക്കുമായിരുന്നു. പക്ഷെ ടേക്ക് അവേ ഉൾപ്പെടെ ശരിക്കും അത് അവിടെ ഇരുന്ന് കഴിക്കുന്നവർക്ക് ടേക്ക് അവേയുടെ പൈസയും കാര്യങ്ങളും എല്ലാം കുറച്ച് തരേണ്ടതാണ്. കണ്ടെയ്നർ ചാർജ് എന്നൊക്കെ പറഞ്ഞ് 17 രൂപ അവിടെ നിന്ന് എക്സ്ട്രാ മേടിച്ചിട്ടുണ്ട്. കണ്ടെയ്നർ നമുക്ക് കിട്ടിയില്ല, ജസ്റ്റ് പൊതി മാത്രമേ നമുക്ക് കിട്ടിയുള്ളായിരുന്നു. ചിലപ്പോൾ അവരുടെ പോളിസി അങ്ങനെ ആയിരിക്കും. ആ ഐറ്റം അവർക്ക് പാഴ്സലായി കൊടുക്കാൻ പറ്റത്തുള്ളൂ എന്നുള്ളതായിരിക്കും അവരുടെ പോളിസി. സാധാ ബിരിയാണിയും പൊതി ബിരിയാണിയും തമ്മിൽ പ്രത്യേകിച്ച് വ്യത്യാസമൊന്നുമില്ല. സാധാ ബിരിയാണി ഇലക്കകത്ത് പൊതിഞ്ഞ് തരുവാന്ന് മാത്രമേ ഉള്ളൂ പൊതി ബിരിയാണി. പിന്നെ നമ്മൾ മേടിച്ച സാമ്പാർ പൊറോട്ട പൊതി അത് 70 രൂപ, GST ഇല്ലാതെ 70 രൂപ. അതെങ്ങനെ ഉണ്ടായിരുന്നു? അതെനിക്ക് വലുതായിട്ട് ഇഷ്ടം തോന്നിയില്ല. എനിക്ക് നമുക്ക് നമ്മുടെ ടൈപ്പ് സാമ്പാർ അല്ലാത്തതുകൊണ്ട് നമുക്ക് അത്ര ഇഷ്ടപ്പെടത്തില്ല. പക്ഷെ സാധനം കുഴപ്പമില്ലായിരുന്നു. ഇച്ചിരി അകത്ത് ഇച്ചിരി കുതിർന്നൊക്കെയിരുന്ന് കുഴപ്പമില്ലായിരുന്നു. നമ്മുടെ കോട്ടയംകാരുടെ ഒരു സ്റ്റൈലല്ല എന്നല്ലേ അല്ലാത്തതുകൊണ്ട് നമുക്ക് ഇഷ്ടപ്പെടത്തില്ല. നമ്മുടെ ലസ്സിക്കൊക്കെ 20-21 രൂപയാണ്ടേ ഉള്ളൂ. ലസ്സിക്ക് ഉള്ളൂ. വാട്ടർമെലൺ ജ്യൂസ് 40 രൂപ. വാട്ടർമെലൺ ജ്യൂസ് 40 രൂപ. അതെല്ലാം മീഡിയം റേറ്റുകളും. ജ്യൂസിനൊക്കെ വില കുറവാണ്. 6 രൂപ 20 രൂപ അങ്ങനെയൊക്കെ വിലയുള്ളൂ. ജ്യൂസിനൊക്കെ വരുന്നുള്ളൂ. ജ്യൂസിന്റെ റിവ്യൂ എങ്ങനെ ഉണ്ടായിരുന്നു? ലസ്സി നല്ലതായിരുന്നു, എനിക്കിഷ്ടമായിരുന്നു. പിന്നെ കുറച്ച് വെള്ളം ഇച്ചിരി നീണ്ടുപോയോ എന്നൊരു. പക്ഷെ എനിക്കതാണ് ഇഷ്ടം. ലൈറ്റ് ആയിരുന്നു, പക്ഷെ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു.
ലസ്സിയൊക്കെ നല്ലത്. എന്റെ അഭിപ്രായത്തിൽ എല്ലാത്തിനും ഫ്ലേവർ ഉണ്ടായിരുന്നു, പക്ഷെ അത് എല്ലാത്തിനകത്തും ഓവറായിട്ട് വെള്ളം ഉണ്ടായിരുന്നു. പിന്നെ പൊതുവെ എങ്ങനെ ഉണ്ടായിരുന്നു മൊത്തത്തിലുള്ള ഒരു 10ൽ ഞാനൊരു 10ൽ 8 മാർക്ക് കൊടുക്കും. ഞാൻ 10ൽ 8-9 മാർക്ക് കൊടുക്കാം. എന്നാ ബാത്റൂം അല്ല നീറ്റ് അല്ലേ? പിന്നെ ഒരു പ്രസ്ഥാനം റൺ ചെയ്ത് പോകുന്നതിന് ബുദ്ധിമുട്ടുകളും വരും. അപ്പോൾ നമ്മുടെ കേരളത്തിലാണെങ്കിലും പുതിയ പുതിയ പ്രസ്ഥാനങ്ങൾ ഇതുപോലെ വന്നാലേ ഉള്ളൂ കേരളത്തിലും വളർച്ച ഉണ്ടാകത്തുള്ളൂ. മാക്സിമം ആൾക്കാർ സപ്പോർട്ട് ചെയ്യുക. അത് നേരിട്ട് വന്ന് കണ്ട് സ്വന്തം അഭിപ്രായമേ പറയാവുള്ളൂ, എക്സ്പീരിയൻസ് ചെയ്തേ പറയാവുള്ളൂ. അല്ല വേറെ ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞു എന്ന് പറഞ്ഞ് അതിന്റെ പുറകെ പോകാതെ അവർക്ക് നേരിട്ട് വന്ന് എക്സ്പീരിയൻസ് ചെയ്തിട്ട് അവർ അതിന്റെ അഭിപ്രായം പറയുന്നതായിരിക്കും ഏറ്റവും നല്ലത്. അതുപോലെ തന്നെ മൃണാളേട്ടനോട് ഒരു കാര്യം പറയാനുണ്ടല്ലോ, ആൾക്കാർ എന്തെങ്കിലും ഒരു കാര്യങ്ങൾ പറഞ്ഞു കഴിഞ്ഞാൽ മീൻസ് എന്തെങ്കിലും സജഷൻസോ കാര്യങ്ങളോ പറഞ്ഞു കഴിഞ്ഞാൽ അത് പോസിറ്റീവ് സെൻസിൽ എടുത്തുകൊണ്ട് എന്തെങ്കിലും ചേഞ്ച് വരുത്തേണ്ടതാണെന്നുണ്ടെങ്കിൽ അത് ചേഞ്ച് വരുത്താനുള്ള ഒരു അറേഞ്ച്മെന്റിലേക്ക് എത്തുകയും കൂടെ വന്നാൽ നല്ലതായിരിക്കും എന്ന് എനിക്ക് തോന്നുന്നു. ഈച്ച അതുണ്ടോ ഇല്ലോ നമുക്ക് അറിയത്തില്ല. അങ്ങനെ ഒരു സജഷൻ ആൾക്കാരെ തന്നു കഴിഞ്ഞാൽ അത് ഉണ്ടായിരുന്നെങ്കിൽ അത് ക്ലിയർ ചെയ്യാനുള്ള അറേഞ്ച്മെന്റ് ചെയ്യണമെന്നാണ് ഞാൻ ഉദ്ദേശിച്ചത്. ഉണ്ടായിരുന്നെങ്കിൽ അത് ക്ലിയർ ചെയ്തു. പക്ഷെ വീഡിയോക്കകത്ത് വരുമ്പോഴത്തേക്കിന് അത് പുള്ളി ആൾക്കാർ പറയുന്നത് മീൻസ് വകവെക്കുന്നില്ലെന്നുള്ള ഒരു ചിന്താഗതിയാണ് പൊതുജനത്തിന് വരുന്നത്. അതുകൊണ്ടാണ് ആൾക്കാർ കൂടുതൽ വീഡിയോ ഇടുന്നത്. അപ്പൊ അത് ആദ്യത്തെ വീഡിയോ തന്നെ പുള്ളി അത് അങ്ങനെ എന്തെങ്കിലും സജഷൻസ് ഉണ്ടെങ്കിൽ ഞങ്ങൾ അത് പോസിറ്റീവായി എടുത്ത് അത് ക്ലിയർ ചെയ്യാനുള്ള അറേഞ്ച്മെന്റ് ചെയ്യുമെന്ന് പറഞ്ഞിരുന്നെങ്കിൽ ഇത്രയും പ്രശ്നങ്ങൾ ഉണ്ടാകുമായിരുന്നു എന്ന് എനിക്ക് തോന്നുന്നില്ല എന്റെ ഒരു അഭിപ്രായത്തിൽ. അപ്പൊ ഞങ്ങളിത് കോട്ടയത്തുനിന്ന് ഇതിനു വേണ്ടി തന്നെ ഒരു ജെന്യൂൻ റിവ്യൂ പറയാൻ വേണ്ടി നമ്മള് ഇവിടെ വരെ വന്നതാണ്. ഇപ്പൊ രാത്രി സമയം 11:30 കഴിഞ്ഞു. പപ്പായ്ക്ക് പാതി ഉറക്കത്തില്ല. അതെ, പപ്പായ്ക്ക് രാവിലെ പോകാനുള്ളതാണ്. നമുക്ക് എല്ലാവർക്കും രാവിലെ പോകാനുള്ള. പപ്പായ്ക്ക് 6:30 പോകണം, ലൂക്കാപ്പയ്ക്ക് 8 മണിക്ക് പോകണം, ഞങ്ങക്ക് 9-9:30 ആകുമ്പോൾ ഞങ്ങക്ക് പോകണം. അപ്പം നമ്മുടെ സബ്സ്ക്രൈബേഴ്സിന് ഒരു ജെന്യൂൻ റിവ്യൂ തരാൻ വേണ്ടിയാണ് ഞങ്ങൾ ഇവിടെ വരെ വന്നത്. വേറെ എന്തെങ്കിലും ഉണ്ടോ? നമുക്ക് സൈൻ ഓഫ് ചെയ്യാം. അപ്പം ഇതാണ്. ഇതോടുകൂടി ഞങ്ങൾ ഇന്നത്തെ വ്ലോഗ് അവസാനിക്കുകയാണ്. ഫാം സ്ക്വാഡിന്റെ പുതിയൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. അതുവരേക്കും വീണ്ടും സന്ധിക്കും വരേക്കും വണക്കം.